നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ വരാൻ പോകുന്ന ആഴ്ചയിൽ നമ്മൾ കാണുന്ന ആമയും സച്ചിയുമായിട്ടുള്ള അടുപ്പം കണ്ട് ഒടുവിൽ രേവതിയുടെ സമനില തെറ്റുന്നുണ്ട്. സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്തേക്ക് കാര്യങ്ങളൊക്കെ നീങ്ങുവാണ്. അതും പോരാഞ്ഞിട്ട് എരിപരി കയറ്റി കൊടുക്കാനായിട്ട് അവിടെ ശ്രുതി ഉണ്ടല്ലോ. എങ്ങനെയെങ്കിലും ആമിയെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതി നോക്കുന്നത്. അതങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് രേവതി വിചാരിക്കുകയാണെങ്കിൽ ആമയെ അവിടുന്ന് പുറത്താക്കാൻ സാധിക്കുമെന്ന് തോന്നുകയാണ്. അങ്ങനെ രേവതിയെ കൂട്ടുപിടിക്കുകയാണ്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. പക്ഷെ എന്നിരുന്നാൽ തന്നെ ശ്രുതിയുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. കാരണം അവർക്കിട്ട് തന്നെ ഒടുവിലെ പണി കിട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം കണ്ടു ആമിയോട് രേവതി കാര്യങ്ങളൊക്കെ തിരക്കണം. അപ്പൊ ആമിയാണെങ്കിൽ കിടന്നുറങ്ങാൻ തുടങ്ങിയായിരുന്നു. പക്ഷെ രേവതി ഇതൊന്നും അറിഞ്ഞില്ല. രേവതിയാണ് സച്ചിയുടെ പഴയ കാര്യത്തെക്കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക. ആമിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം ആമി തന്നോട് പറയൂ എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ രേവതി ആമയോട് സംസാരിക്കുന്ന സമയത്ത് ആമി മിണ്ടാതിരുന്ന് കഴിഞ്ഞപ്പോ രേവതി ഓർത്തു, ഇതെന്താ താൻ ഇത്ര സമയം ഓരോ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് ആമിയൊന്നും മിണ്ടാത്തെ. ആമി എന്ന് 2-3 വട്ടം വിളിച്ചു കഴിഞ്ഞപ്പോഴേ രേവതിക്ക് മനസ്സിലായത് ആമി നല്ല കൂർക്കം വലിച്ചു കിടന്ന് ഉറക്കം പിടിച്ചു. ശേ, കഷ്ടമായി പോയി. താൻ ഇത്രയും സമയം പറഞ്ഞു, വെറും വേസ്റ്റ്. രേവതിക്കാണെങ്കിൽ ഉറക്കവും വരുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയില്ല. ആമിയാണ് നല്ല ഉറക്കം. ആമി അത് മനഃപൂർവ്വമായിരുന്നു. കാരണം ആമിക്കറിയാം രേവതി ചോദ്യം ചോദിക്കുന്നു. അപ്പൊ സച്ചി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യങ്ങളും വിട്ടു പറയരുതെന്ന്. അപ്പൊ രേവതിയുടെ ചോദ്യങ്ങൾ നേരിടാൻ കഴിയാത്തോണ്ട് ആമി പെട്ടെന്ന് ഉറക്കം തടിച്ച് അങ്ങോട്ട് കിടന്നതാണ്. രേവതിക്ക് വിഷമമായി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ സച്ചി രാവിലെ തന്നെ എഴുന്നേറ്റ് എന്ന് കഴിഞ്ഞപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ആമിയാണെങ്കിലോ ആമി പുറത്ത് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് സച്ചി അതൊന്ന് നോക്കി. സച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ആമി വിളിച്ചു, സച്ചി എടാ ഇങ്ങോട്ട് വരാൻ പറയണ. സച്ചി അങ്ങോട്ട് ചെന്നു. എന്താടി, അല്ല നീ എക്സസൈസ് ചെയ്തൊന്നും ഇല്ലേ? പിന്നെ എക്സസൈസ് ചെയ്ത് എന്ത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ തന്നെ എനിക്ക് ഇരിക്കാൻ സമയമില്ല. പിന്നെ ഞാനിതിനെ എക്സസൈസ് ചെയ്യുന്നേ, ഞാൻ വണ്ടി ഓടിക്കുന്ന പണിയല്ലേ. എടാ അതുകൊണ്ടൊന്നും കാര്യമില്ല. നമ്മുടെ ബോഡിക്ക് ഇത്ര എക്സസൈസും കാര്യങ്ങളൊക്കെ വേണം. അറിയാലോ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന അറ്റാക്കൊക്കെയാ. നമ്മുടെ ബോഡി അനങ്ങിയില്ലെങ്കിലേ ചിലപ്പോ അതൊക്കെ ഉണ്ടാവും. ഇപ്പൊ എല്ലാം ചെറിയ പ്രായക്കാർക്കാ സംഭവിക്കണം എന്നൊക്കെ പറഞ്ഞു. നീ എന്താടി രാവിലെ മനുഷ്യനെ പേടിപ്പിക്കാൻ ഇറങ്ങിയേക്കണോ? അല്ലടാ, നിനക്കറിയാലോ നമ്മൾ കുഞ്ഞുനാളിൽ ഇങ്ങനെ എക്സസൈസ് ചെയ്യില്ലായിരുന്നോ? അത് ശരിയാ. അച്ഛമ്മയുടെ വീട്ടിലേക്ക് ഞാൻ രാവിലെ വന്നു കഴിയുമ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ, നീ സ്പോർട്സിലുണ്ടായിരുന്ന സമയത്ത് അപ്പൊ നീ എന്നെയും കൂട്ടും, നമ്മൾ രണ്ടും കൂടെ ആയിരുന്നു എക്സസൈസ് ചെയ്തോണ്ടിരുന്നത്. അതൊക്കെ നീ മറന്നുപോയോ? അല്ല, അതൊക്കെ എന്റെ ഓർമ്മയിലുണ്ട്. എന്നാ വാടാ, നീ എൻ്റെ കൂടെ വരാൻ പറയണം. അങ്ങനെ സച്ചിയും കൂടെ ആമി വിളിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ എക്സസൈസ് ചെയ്യണം. ആ സമയത്ത് സച്ചിയുടെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, എടാ നമ്മൾ കയ്യെ പിടിച്ചോണ്ട് എക്സസൈസ് ചെയ്യുന്ന നിനക്കറിയാവോ? ആ ഒരു എക്സസൈസ് നീ മറന്നുപോയെന്ന് ചോദിക്കണം. ഒരാൾ ഇരിക്കുമ്പോൾ ഒരാൾ എഴുന്നേക്കും. അങ്ങനെ ഒരു എക്സസൈസ് ഉണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ജോളിയായിട്ട് അവിടെ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ശ്രുതിയുടെ വരവ്. ശ്രുതി എഴുന്നേറ്റും കൂടെ വന്നു. അന്ന് പുറത്തേക്ക് വന്നിങ്ങനെ നോക്കിക്കഴിഞ്ഞ് സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ രണ്ടുപേരും കൂടെ കയ്യിലൊക്കെ പിടിച്ച് ഭയങ്കരമായിട്ട് എക്സസൈസ് ചെയ്ത്. ഓഹോ, അപ്പം അങ്ങനെയാണ് കാര്യം. ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല. രേവതിയോട് പോയി പറയണം. ഇവളെ എങ്ങനെ പുറത്താക്കണമെന്ന് കരുതി ഇരിക്കുക. അപ്പൊ ദൈവമായിട്ടൊരു അവസരം മുന്നിൽ കൊണ്ട് തന്ന അപ്പൊ അത് പാഴാക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ശ്രുതി നേരെ രേവതിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അപ്പൊ രേവതി അവിടെ കിടക്കുമായിരുന്നു. അപ്പൊ ശ്രുതി പറഞ്ഞു, രേവതി നീ എഴുന്നേറ്റോ, നിന്നെ ഒരു കാഴ്ച കാണിക്കാം. എന്ത് കാഴ്ച? അതൊക്കെ ഉണ്ട്. അല്ല, എനിക്ക് തനിച്ച് എഴുന്നേക്കാൻ പറ്റില്ലെന്നുള്ള കാര്യം അറിയാലോ. ഞാൻ പിടിക്കാം എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, രേവതിയെ പതുക്കെ എഴുന്നേപ്പിച്ച് വീൽചെയറിലേക്ക് ഇരുത്തുവാണ്. അങ്ങനെ രേവതിയെയും കൊണ്ട് നേരെ സീറ്റ് കൊണ്ട് അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ ചെന്നിട്ട് നോക്ക്, ഇതേ കാഴ്ച നോക്കാൻ പറയണം. കണ്ടോ, നീ ഇത് വല്ലതും കാണുന്നുണ്ടോ? നിന്റെ കാലൊടിഞ്ഞു കിടക്കുന്ന സമയത്ത് സച്ചി കണ്ടോ ആമിയായിട്ട്? എനിക്കിത് അത്ര ശരിയായിട്ട് തോന്നില്ല. രേവതിക്കാണ് നല്ല സങ്കടമായി. രേവതി പെട്ടെന്ന് പറഞ്ഞു, അതെ എന്നെ മുറിയിലേക്ക് കൊണ്ടാൻ പറയണം. അങ്ങനെ രേവതിയെ മുറിയിലേക്ക് കൊണ്ടുപോയി. ആ സമയം ശ്രുതി മാക്സിമം എരിപരി കയറ്റി കൊടുക്കാൻ നോക്കണം. ഇത് ശരിയായിട്ടുള്ള കാര്യമൊന്നും എനിക്ക് തോന്നില്ല. കാനഡ കിടക്കുന്നവള് 2 ദിവസം വീട്ടിലേക്ക് വന്ന ഉടനെ ഇങ്ങോട്ടേക്ക് വന്ന എന്തിനാ? സച്ചിയായിട്ടൊരു അടുപ്പോ ഇല്ലെങ്കിൽ പിന്നെ അവൾ ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ല. സച്ചിയെ കാണാനാണ് പോലും. ഇവിടെ അച്ഛനും ബാക്കി എല്ലാവരും ഫുൾ സപ്പോർട്ടാ. അവിടെ ആയിരുന്നെങ്കിൽ അവിടെ കുഞ്ഞുനാളിൽ മുതൽ ഭയങ്കര കളിക്കൂട്ടുകാരാന്നൊക്കെ പറയുന്നു. എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ ആര് കണ്ടു? എനിക്ക് നല്ല സംശയമുണ്ട്. ഇപ്പൊ ആമിയുടെ പെരുമാറ്റത്തില് സച്ചി അതുപോലെ നല്ല അടുപ്പത്തിലല്ലേ. പോരാത്തിന് രേവതി നിനക്ക് കാല് വയ്യാതെയും കൂടി ഇരിക്കുമല്ലേ. ആ സമയം മാക്സിമം ഉപയോഗിക്കുവരെ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അവസാനം സച്ചിനെ നഷ്ടപ്പെട്ട് കാര്യമില്ല. എന്നാലും സച്ചിയെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല. അതൊക്കെ പറഞ്ഞിട്ട്
ഒരു എരുതിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ശ്രുതി അങ്ങോട്ടേക്ക് പോയി. രേവതിക്ക് ടെൻഷനായി. രേവതി ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു. പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കുമോ? സച്ചേട്ടനും ആമയും തമ്മിൽ കുഞ്ഞുനാളിൽ മുതൽ അത്ര തിക്ക് ഫ്രണ്ട്സാണ്. അപ്പോൾ ഒരുപക്ഷെ അവർ തമ്മിൽ എന്തെങ്കിലും അടുപ്പം കാണുമോ? തന്നോട് എന്തെങ്കിലും അകച്ച സച്ചേട്ടനുണ്ടോ? ഇന്ന് വരെ അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ എന്നാലും എന്തോ രേവതിയുടെ നെഞ്ചിനകത്ത് ഒരു പടപട ഇടിപ്പ് വന്നു. അപ്പോഴേക്കാണ് എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് സച്ചിയും ആമിയും കൂടെ വരുന്നേ. അങ്ങനെ സച്ചിയുടെ തോളത്തേക്ക് കൈയിട്ട ആമിയും വരുന്നേ. ആ കാഴ്ച കണ്ടപ്പോൾ രേവതിക്ക് ഒട്ടും സഹിച്ചില്ല. ആ പിന്നീട് ആമി എന്നിട്ട് പറഞ്ഞു, അതെ രേവതി, സച്ചിയെ കൊണ്ട് കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യിക്കണം കേട്ടോ. ഇവന്റെ ബോഡിയൊക്കെ ഒന്ന് ഫിറ്റ് ആകണം. കണ്ടില്ലേ, നേരത്തെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പഠിക്കണ സമയത്ത് ബോഡിയൊക്കെ നല്ല ഫിറ്റായിരുന്നു. ഇപ്പൊ അവന് എക്സസൈസ് ഒന്നും ചെയ്യാത്തോണ്ട അല്ലേടാന്ന് പറഞ്ഞിട്ട് സച്ചിക്കിട്ട് വെറുതെ ഒരു ഇടിയിടിക്കുകയാണ്. അത് കണ്ടപ്പോൾ രേവതിക്ക് ഒന്നുകൂടെ സങ്കടവും ദേഷ്യമായി. അപ്പോഴേക്കും രേവതി പറഞ്ഞു, സച്ചേട്ടാ, അതെ എനിക്ക് കഴിക്കാനുള്ള മെഡിസിൻ എടുത്ത് വേണമെന്ന് പറയണം. അയ്യോ ഞാൻ ആ കാര്യം മറന്നുപോയെന്ന് പറയണം. അപ്പോഴേക്കും ആമി പറഞ്ഞു, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാടാന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയി. ആ സമയം രേവതിക്ക് നല്ല ദേഷ്യമായിരുന്നു. രേവതി സച്ചിയോട് പറഞ്ഞു, അല്ല സച്ചിയാണ് ഇത് എന്ത് ഭാവിച്ച? എന്ത് എക്സസൈസ് ചെയ്യുന്നു, അത് നല്ലൊരു കാര്യമല്ലേ? ഇപ്പൊ എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ലല്ലേ? ആര് പറഞ്ഞു നിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലെന്ന്? അതൊക്കെ നിന്റെ വെറും തോന്നല് മാത്രം. പിന്നെ തോന്നലൊന്നും അല്ല, സത്യമായിട്ടുള്ള കാര്യ. ഞാൻ പലതും കാണുന്നുണ്ട് കേൾക്കുന്നുണ്ടെന്നൊക്കെ പറയണം. രേവതി രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കി. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, എന്താ? ഒന്നുമില്ല. അല്ല നിനക്ക് എന്തോ കാര്യമായിട്ട് മാറ്റമുണ്ട്. എനിക്കല്ലോ സച്ചിയാണല്ലേ മാറ്റം. എനിക്ക് കാല് വയ്യാന്ന് കരുതിയിട്ട് എന്തോ ആവാന്ന് വിചാരിക്കരുത്. നീ എന്താ രേവതി ഇങ്ങനെയൊക്കെ പറയണേ? ആമി വന്ന് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അവള് പാവം. നീ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല. പറഞ്ഞല്ലോ, എന്റെ കളിക്കൂട്ടുകാരിയാ. ഒരു കളിക്കൂട്ടുകാരി വന്നിരിക്കുന്നു. വന്നപ്പോ മുതൽ സച്ചിയാണ് ഇത്തിരി ഇളക്കം കൂടുതലാ എന്നൊക്കെ പറഞ്ഞ് രേവതി സച്ചിയോട് ദേഷ്യപ്പെടുക. കുറച്ച് കഴിഞ്ഞപ്പോ ആമി മുറിയിലേക്ക് വന്നിട്ട് സച്ചിനെ വിളിച്ചു, എടാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടേ? വേണം. എന്നാ നീ വാ, നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാന്ന് പറയണേ. രേവതി രൂക്ഷമായിട്ട് സച്ചിയെ നോക്കി. സച്ചി പറഞ്ഞു, അല്ല ആമി പോയിക്കോ, ഞാൻ വന്നോളാം. എടാ ഇങ്ങോട്ടേക്ക് വാടാന്ന് പറഞ്ഞോണ്ട് ആ കയ്യെ പിടിച്ച് വലിച്ചോണ്ട് നേരെ പോവാണ്. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, അല്ല അത് പിന്നെ ശ്രുതി ആരെങ്കിലും ഉണ്ടാക്കും. എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ ശ്രുതിനെ വർഷയും വിളിച്ചോണ്ടിരാം എന്നും പറഞ്ഞുകൊണ്ട് അവള് നേരെ അകത്തേക്ക് കയറിപ്പോയി. അകത്ത് കയറിപ്പോയിട്ട് ശ്രുതിനെ വർഷയെ വിളിക്കണം. വാ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാന്ന് പറയണം. അപ്പോഴേക്കും വർഷ പറഞ്ഞു, എനിക്കൊന്നും ഉണ്ടാക്കാനൊന്നും അറിയില്ല. അതൊന്നും കുഴപ്പമില്ല, നമുക്കറിയാവുന്ന പോലെ അങ്ങ് പ്രിപ്പയർ ചെയ്യാം. അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാമെന്ന് പറയാം. അങ്ങനെ സച്ചിക്ക് ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ സച്ചിക്ക് കുഞ്ഞുനാളിൽ എന്താ ഇഷ്ടമുള്ളതെന്നുള്ള കാര്യമൊക്കെ നന്നായിട്ട് ആമയ്ക്കറിയായിരുന്നു. അങ്ങനെ ആമയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുന്ന സമയത്ത് സച്ചി കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആമി ചോദിച്ചു, എങ്ങനെയുണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്? കൊള്ളാവോ? സൂപ്പറായിട്ടുണ്ട്, നല്ല രുചിയാന്ന് പറയണം. അല്ല ഇതാരും ഉണ്ടാക്കിയെന്ന് പറയാം, ഞാനാ. സത്യയോടെ നീയാണോ? വെറുതെ അല്ല, ഇത്ര നല്ല രുചി എന്ന് പറയണം. അപ്പോഴേക്കും രേവതിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. ഇത്രയും കാലം താൻ ആഹാരം ഉണ്ടാക്കി കൊടുത്തോണ്ട സമയത്ത് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നാലും ഇത്ര സന്തോഷത്തോടെ ഇരുന്ന് കഴിക്കുന്നു. രേവതിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. അപ്പോഴേക്കും അത് വർഷയാണെങ്കിലും ശ്രദ്ധിച്ചു. അപ്പോഴേക്കും വർഷ പറഞ്ഞു, രേവതി ചേച്ചി നന്നായിട്ട് ആഹാരം ഉണ്ടാക്കും. ഇവിടെ എല്ലാവർക്കും ഇഷ്ടം രേവതി ചേച്ചി ആഹാരം ഉണ്ടാക്കുന്ന. സച്ചി പറഞ്ഞു, അത് ശരിയാ, രേവതി ഉണ്ടാക്കും, പക്ഷെ ഇത് വേറൊരു ടേസ്റ്റ്. രേവതി ഉണ്ടാക്കുന്ന വേറൊരു ടേസ്റ്റ് എന്ന് പറയണം. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പം രേവതിക്ക് ഒന്നുകൂടെ സങ്കടം കൂടി. രേവതി കഴിക്കാൻ പോലും തോന്നിയില്ല അങ്ങോട്ട്. വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു രേവതിയുടെ മനസ്സിൽ. അങ്ങനെ അന്നൊരു ഉച്ചയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും ആമി എന്നിട്ട് സച്ചിയെ വിളിച്ചു. സച്ചിയെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ സച്ചി, എനിക്ക് പുറത്തൊന്ന് പോകണമെന്ന് പറയാം. പുറത്ത് എന്തിനാ? കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല അതിന് നീ പോയിട്ട് പോരെ, ഞാൻ വരേണ്ട കാര്യമില്ലോ. എടാ നിന്റെ ടാക്സി അല്ലേ, നിനക്ക് ഞാൻ ടാക്സി കൂടി തന്നാ പോരെ, നീ എന്നെ കൊണ്ടുവിടാന്നൊക്കെ പറയണം. ആ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ വരാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോകുമ്പോഴത്തേനും രേവതിക്ക് ടെൻഷൻ. ദൈവമേ, രണ്ടുപേരും കൂടെ ഒരുമിച്ചാ പോയിരിക്കുന്നേ. ഇനി എപ്പോൾ വരും എങ്ങനെ വരുമെന്ന് അറിയത്തില്ല. എതിലൂടെയൊക്കെ പോകുന്നു പോലും അറിയത്തില്ല. രേവതിയുടെ നെഞ്ചിനകത്ത് പടപട ഇടപ്പ്. അവർ പോയപ്പോൾ തൊട്ട് രേവതി സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇറങ്ങിയിരിക്കുക. ഇടയ്ക്ക് വന്ന് രവീന്ദ്രൻ വിളിച്ചു, എന്താ മോളെ നീ എന്താ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത്? ഭാഗത്തേക്ക് കയറി പോകാന്ന് പറയണേ. വേണ്ടച്ചാ, ഞാൻ ഇവിടെ കാറ്റ് കൊണ്ടിരുന്നോളാന്ന് പറയണ. വർഷ വന്നിട്ട് പറഞ്ഞു, എന്ത് പറ്റി ചേച്ചി? ചേച്ചി ആകെപ്പടം മൂഡ് ഓഫ് ആണല്ലോ എന്ന് പറഞ്ഞു. ഒന്നുമില്ലാന്ന് പറയണേ. പിന്നീട് വർഷ ശ്രീകാന്തിനോട് എന്ന് പറഞ്ഞു. ശ്രീകാന്ത് പറഞ്ഞു, എനിക്ക് തോന്നേ രേവതി ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നേ. ആ ആമി ചേച്ചിയുടെ വരവ് അവരുടെ ഇടപെടലും കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നേ. അതുകൊണ്ടാന്ന് തോന്നേ ചേച്ചിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടെന്നൊക്കെ പറയണേ. രവീന്ദ്രന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി. കാരണം ആമി കൂടുതലായിട്ട് ഫ്രീ ആയിട്ടാ സച്ചിയുടെ അടുത്ത് ഇടപെടുന്നേ. അത് കാണുമ്പോൾ രേവതിയുടെ മുഖമൊക്കെ മാറുന്നേ രവീന്ദ്രൻ പ്രത്യേകം ശ്രദ്ധിച്ചു. എത്ര വലിയ ഫ്രണ്ട്ഷിപ്പാന്ന് പറഞ്ഞാലും ഭാര്യയുടെ മുന്നിൽ വെച്ച് ഭർത്താവ് വേറൊരു പെൺകുട്ടിയുമായിട്ട് അങ്ങനെ നോക്കുന്നോ അല്ല കൈ കൊടുത്ത് പിടിച്ച് നടക്കുന്ന കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പൊ അത് രവീന്ദ്രന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അങ്ങനെ രേവതി കാത്തിരുന്നു. കുറെ സമയം മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ആമി സച്ചിയും കൂടെ വരുന്നേ.
അങ്ങനെ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് രണ്ടുപേരും കൂടെ വരുന്നത്. രണ്ടുപേരുടെ കയ്യിൽ കവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വന്നു കഴിഞ്ഞപ്പോഴത്തേനും രേവതിയോട് സച്ചി പറഞ്ഞു, ഈ ആമയോട് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന്. ദേ ആമി എനിക്ക് ഡ്രസ്സൊക്കെ എടുത്ത് തന്നു എന്ന് പറയണേ. എൻ്റെ ഫേവറേറ്റ് കളറൊക്കെയാണ് സെലക്ട് ചെയ്തേ. ആ സമയം ആമി പറഞ്ഞു, എനിക്കറിയാലോ നിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്തൊക്കെയാന്ന്. കുഞ്ഞുനാളിലെ മുതൽ ഞാനിത് കാണുന്നല്ലേ എന്ന് പറയണം. എടാ ബാടാ, നീ ആ ഷർട്ടൊക്കെ ഒന്ന് ഇട്ട് നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയെ വിളിച്ച് അകത്തേക്ക് അങ്ങോട്ട് പോയി. രേവതിക്കാണ് ഭയങ്കര സങ്കടം. ഇത്രയും സമയം താൻ ഇവിടെ കാത്തു നിന്ന തന്നെ ഒന്നും മൈൻഡ് പോലും ചെയ്തില്ല. ആ ഒരു വിഷമം രേവതിയുടെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് വർഷ എന്നോട് വന്നപ്പോൾ രേവതി പറഞ്ഞു, എന്നെ ആ മുറിയിലേക്കൊന്ന് ആക്കാൻ പറയണം. അങ്ങനെ വർഷ രേവതിയെ മുറിയിലേക്ക് കൊണ്ടേ ആക്കി. ഇത്തിരി കഴിഞ്ഞപ്പം സച്ചി പുതിയ ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് വന്നു. രേവതിയോട് പറഞ്ഞു, എങ്ങനെയുണ്ട് നോക്ക്, ആമി എനിക്ക് വാങ്ങി തന്ന എന്നൊക്കെ പറയണം. രേവതി മൈൻഡ് പോലും ചെയ്തില്ല. രേവതിയുടെ മുഖം വല്ലാതെ ആയിരുന്നു. രവീന്ദ്രൻ അത് ശ്രദ്ധിച്ചു അങ്ങോട്ടേക്ക് വന്നിട്ട്. രവീന്ദ്രന്റെ മനസ്സിലായി. അതിനുശേഷം ആമി വന്നിട്ട് സച്ചിയോട് പറഞ്ഞു, സച്ചി ഇങ്ങോട്ട് വാടാ, നീ പുതിയ ഷർട്ടൊക്കെ ഇട്ടൊരു ഫോട്ടോ എടുക്കണം, വാ നമുക്ക് ഒരുമിച്ചൊരു സെൽഫി ഒക്കെ എടുക്കാന്ന് പറഞ്ഞുകൊണ്ട് ആമി സച്ചിയുടെ തോളത്തിട്ട് വന്ന് രണ്ടുപേരും സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കുവാണ്. അങ്ങനെ മുട്ടിച്ചേർന്നിരിക്കുന്ന രണ്ടുപേരും കൂടെ എപ്പോഴും കയ്യെ പിടിക്കുന്ന ഒന്നും രേവതിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. സഹിക്കാൻ പറ്റുന്നാൽ അപ്പുറമാണ് രേവതിക്ക്. എന്ത് ചെയ്യാൻ പറ്റും? കാലും മേലല്ലോ. അന്ന് എഴുന്നേറ്റ് നിന്ന് അവരുടെ പുറകെ പോയി നോക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാ. അതൊക്കെ ഓർക്കുമ്പോൾ രേവതിക്ക് സങ്കടമേറി. രവീന്ദ്രന് ആ കാര്യം തിരിച്ചു കഴിഞ്ഞപ്പോൾ സച്ചിനെ വിളിച്ചു. സച്ചിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് സച്ചിയോട് പറഞ്ഞു, എടാ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ വെച്ചാ, കാര്യം പറഞ്ഞാൽ ആമി നിന്റെ ഫ്രണ്ടൊക്കെയാണ്, എനിക്കറിയാം. അവളെ എനിക്കറിയാം, നിന്നെ എനിക്കറിയാം. പക്ഷെ രേവതിക്ക് അറിയില്ലല്ലോ. എന്താ വെച്ചാൽ അങ്ങനെ പറഞ്ഞേ? അല്ല, രേവതി നിന്റെ ഭാര്യയാണ്. ആ സ്ഥിതിക്ക് രേവതിയുടെ മുന്നിൽ വെച്ച് നിങ്ങളെ കൈ പിടിക്കുന്നതും കൂടുതൽ ഇങ്ങനെ മിങ്കിൾ ചെയ്യുന്നതും കാണുമ്പോൾ അവൾക്ക് നല്ല വിഷമമുണ്ട്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, മാക്സിമം രേവതിയുടെ മുന്നിൽ വെച്ച് അങ്ങനെ ചെയ്യരുതെന്ന് പറയണം. അല്ലച്ച, അത് പിന്നെ ആമി, എനിക്കറിയാടാ, നിന്റെ മനസ്സിലൊന്നുമില്ല, അവളുടെ മനസ്സിലും ഒന്നുമില്ല. അവള് അങ്ങനെ ഒരു ഫ്രണ്ടാന്ന് എനിക്കറിയാം. പക്ഷേ എങ്കില് അത് രേവതിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം. ഭാര്യയല്ലേടാ, ഭാര്യമാർ അങ്ങനെയാണ്. ഭർത്താക്കന്മാരുടെ കാര്യത്തിൽ കുറച്ച് സെൽഫിഷ് ആയിരിക്കും. മറ്റുള്ള പെണ്ണുങ്ങൾ തന്റെ ഭർത്താവിനെ നോക്കുന്ന ഒരു പെണ്ണിന് സഹിക്കാൻ പറ്റില്ല. അത് ആ ഒരു അവസ്ഥയെ നീ വന്നാലോ നിനക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് പറയണം. സച്ചി പറഞ്ഞു, ശരിയച്ചാന്നൊക്കെ പറയണം. ആ സമയത്ത് രേവതി ഭയങ്കര വിഷമത്തിൽ മുറിയിരിക്കുക. ഒടുവിൽ സച്ചി വന്നു. സച്ചി വന്ന് രേവതിയുടെ കയ്യെ പിടിച്ചിട്ട് ചോദിച്ചു, എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ രേവതി പിണങ്ങിയിരിക്കണം. പിണങ്ങല്ലേ, പിണങ്ങേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു പെണ്ണിനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്നെ മാത്രമേ ഉള്ളൂ. നീ പിന്നെ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? നീ എപ്പോഴും എൻ്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. ഇത് അവള് വല്ലപ്പോഴും വരുന്നതല്ലേ ഉള്ളൂ. പിന്നെ അവളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം. ഞങ്ങൾ അത്ര കൂട്ടായിട്ട് ഇരുന്നോണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് രേവതിയെ സമാധാനിപ്പിക്കുകയാണ്. എങ്ങനെയെങ്കിലും ആമി അവിടെ നിന്ന് പറഞ്ഞു വിടാന്ന് കരുതി ശ്രുതി രേവതിയുടെ മനസ്സിലേക്ക് എരിപൊരി കയറ്റി കൊടുത്തായിരുന്നു. പക്ഷെ അതൊന്നും ബലവത്താവുന്നില്ല. ആമയെ അടിച്ചോടിക്കാന്നുള്ള മോഹങ്ങളൊക്കെ തകർന്നു പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.